ഹായ് കൂട്ടുകാരെ, സച്ചിയുടെയും രേവതിയുടെയും പുതിയൊരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. അങ്ങനെ ശ്രുതിയാണെങ്കിൽ ഒരു കോൾ ചെയ്തിട്ട് ഇരിക്കുകയാണല്ലോ. അങ്ങനെ ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി, നിന്റെ ഇളയച്ചൻ ഇന്ന് പതിവില്ലാതെ വിളിച്ചത്? എന്തെങ്കിലും പ്രത്യേകിച്ച് വിശേഷമുണ്ടോ? അല്ല, ഇതുവരെ ഇങ്ങോട്ടേക്ക് വിളിച്ചൊന്നും കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചാന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അതെന്താ ശ്രുതി അങ്ങനെ ഒരു ചോദ്യം? ഇളയച്ചന് വിളിക്കാൻ തോന്നി, അപ്പൊ പിന്നെ എന്നെ ഒന്ന് വിളിച്ചു, അതിലെന്താ ഇത്ര തെറ്റെന്ന് ചോദിക്കാണ് കേട്ടോ. ഏയ് തെറ്റൊന്നുമില്ല. അല്ല, നിന്റെ അച്ഛൻ ഇപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങിയെന്നല്ലേ ഇളയച്ചൻ പറഞ്ഞത്? അപ്പൊ പിന്നെ ഉടനെ തന്നെ നിന്നെ കാണാൻ വരുമായിരിക്കും അല്ലേ? അപ്പൊ പിന്നെ നമുക്ക് എന്തായാലും സ്പെഷ്യലായിട്ട് ഗിഫ്റ്റൊക്കെ കൊണ്ടുവരുമായിരിക്കും അല്ലേ ശ്രുതി? ഇങ്ങനെ ശ്രുതി ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതി പെട്ടെന്നൊന്ന് ഞെട്ടുന്നുണ്ട്. അതറിയില്ല ശ്രുതി, ഇനി അവിടെ എന്തെങ്കിലുമൊക്കെ ഫോർമാലിറ്റീസൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ പിന്നെ എപ്പോഴാ വരികയെന്ന് അച്ഛനോട് ചോദിച്ചാൽ മാത്രമേ അറിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ ഒന്ന് പമ്മുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, അല്ല ശ്രുതി, ഇപ്പോഴേ നിന്റെ ഇളയച്ചൻ വിളിച്ചുകൊണ്ടിരുന്നപ്പോഴേ നമുക്ക് നിന്റെ അച്ഛനാണ് ക്യാഷ് തന്നതെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇളയച്ചൻ പറഞ്ഞല്ലോ. അപ്പൊ പിന്നെ നീ എന്താ ഇളയച്ചനോട് അങ്ങനെ വല്ലതും സംസാരിച്ചിരുന്നോ? അതല്ല, ഞാൻ പറഞ്ഞതേ, നമുക്ക് നീലിമയുടെ കയ്യിൽ നിന്നല്ലേ ഈ ക്യാഷ് കിട്ടിയിരുന്നത്. അപ്പൊ പിന്നെ ആ ഒരു കാര്യം നമ്മുടെ വീട്ടിലല്ലാതെ നമ്മൾ മറ്റാരോടും അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ ഇളയച്ചൻ എങ്ങനെയാ ഈ ക്യാഷ് നിന്റെ അച്ഛൻ തന്നതാണെന്ന് അറിഞ്ഞെന്നിങ്ങനെ ശ്രുതി ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതി പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. അങ്ങനെ ശ്രുതിയുടെ മുഖത്തെ ഒരു ഭാവഭേദം കാണുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അല്ല ശ്രുതി, നീ ടെൻഷൻ അടിക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചല്ല. നിന്റെ ഇളയച്ചനാണെങ്കിലേ അങ്ങനെയൊന്നും വിളിക്കാറില്ലല്ലോ, അപ്പൊ പിന്നെ എങ്ങനെയാവും അദ്ദേഹം ഇത് അറിഞ്ഞെന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതിക്ക് ചെറിയൊരു ആശ്വാസം വരുന്നുണ്ട്. അല്ല, തൻ്റെ കള്ളത്തരം മുഴുവൻ പിടിക്കപ്പെടുവോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അല്ല ശ്രുതി, ഇടയ്ക്ക് എന്നെ ഒരു തവണ ഇളയച്ചൻ വിളിച്ചിരുന്നു, അപ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞിരുന്നു. അഥവാ സച്ചിയോ ആരെങ്കിലും ഒക്കെ ഇളയച്ചനോട് ഇങ്ങനെ ചോദിച്ചാലേ ആ കാര്യം ഇളയച്ചൻ അറിഞ്ഞിരിക്കണമല്ലോ, അതിനു വേണ്ടി പറഞ്ഞാന്ന് പറയാണ്. അങ്ങനെ ആണോ, എന്നാൽ പിന്നെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീടായിട്ട് കാണിക്കുന്നത് മീരയും ശ്രുതിയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം മീര ചോദിക്കുന്നുണ്ട്, എന്തായി നിന്റെ പ്ലാനൊക്കെ? ഞാൻ കഷ്ടിച്ചൊന്ന് രക്ഷപ്പെട്ടു. ഞാൻ ഇന്ന് ശരിക്കൊന്ന് പേടിച്ചതായിരുന്നു പിടി വീണു എന്ന്. ആ രേവതി എങ്ങാനും ബീരാനെ കണ്ട കാര്യമേ വീട്ടിൽ പോയി പറയുമോ, ബീരാനെ തിരിച്ചറിയുമെങ്ങാനും ചെയ്തിരുന്നെങ്കിൽ എൻ്റെ കാര്യമെല്ലാം തീർന്നു പോനെ. അതോടുകൂടി ശ്രുതിയുടെ കൂടെയുള്ള എൻ്റെ ജീവിതം അവസാനിച്ചേനെന്നിങ്ങനെ ശ്രുതി പറയുന്നുണ്ട് കേട്ടോ. അപ്പം മീര പറയുന്നുണ്ട്, ശ്രുതി, നീ എന്തായാലും ഒന്ന് കരുതിയിരിക്കണം. നീ കളിക്കുന്നത് ചെറിയ നിസ്സാര കളിയല്ല. നീ ഇപ്പോൾ ഇത് ആരെങ്കിലും നിന്റെ കള്ളത്തരങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാലേ നിന്റെ ജീവിതമൊന്നല്ല പിന്നെ ജയിലിൽ നോക്കിയാൽ മതി. ആ സച്ചിയുടെ കുടുംബത്തിലാണെന്ന് നീ ഓർത്തോണം. സച്ചിയും രേവതിയും നല്ല വെറുതെ ആൾക്കാരല്ലെന്ന് നിനക്കിപ്പോൾ നന്നായിട്ട് മനസ്സിലായിക്കൊണ്ടിരിക്കുകയല്ലേ എന്നിങ്ങനെ മീര പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അത് തന്നെയാണ് എനിക്കും അവർ രണ്ടുപേരും തന്നെയാണ്. ശ്രുതിയെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ആ സച്ചിയെ ഒന്ന് സൂക്ഷിച്ചിരിക്കണം. ഈ സമയം ബീരാന് അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടിട്ട് ശ്രുതി പറയുന്നുണ്ട്, എന്തായാലും താങ്ക്സ് ഉണ്ട് കേട്ടോ. എന്തിനാ എന്നോട് താങ്ക്സ് ഒക്കെ പറയുന്നത്? അതെ, ഇന്നലെ കൃത്യസമയത്ത് എന്നെ വിളിച്ചതുകൊണ്ടാണ് ശ്രുതിയുടെ കയ്യിൽ നിന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് രക്ഷപ്പെട്ടത്. തന്നെയല്ല, അങ്കിള് വീഡിയോ കോൾ ചെയ്തതുകൊണ്ടാണ് രേവതി അങ്കിളിനെ തന്നെയാണോ കണ്ടേ എന്നൊരു സംശയം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ചേട്ടൻ ആ ടൈമിൽ വിളിച്ചതുകൊണ്ട് ഒരു വീഡിയോ കോളിനകത്ത് ആ ഗൾഫിലെ സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടിട്ട് രേവതിയുടെ സംശയമൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ടുണ്ടെന്ന് പറയാണ്. അപ്പോഴേക്കും മീര പറയുന്നുണ്ട്, അതെ, ഈ ചേട്ടനൊന്നുമല്ല അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. ഞാനാണ് കറക്റ്റ് സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു, അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. അപ്പോഴേക്ക് ബീരാൻ ഇത് കേട്ടിട്ട് പറയുന്നുണ്ട് കേട്ടോ, അത് തന്നെ, അവിടെ എന്തായാലും നല്ല അടിപൊളി സെറ്റിങ്സ് ഒക്കെ ആയിരുന്നു. ഒരു കർട്ടനൊക്കെ അങ്ങോട്ട് വലിച്ചിട്ട് കഴിഞ്ഞപ്പോഴേ അസൽ ഗൾഫിൽ ഇരിക്കുന്നത് പോലെയാ തോന്നിയതെന്ന് ഇങ്ങനെ ബീരാൻ പറയുന്നുണ്ട്. അതിനുശേഷം ബീരാൻ പറയുന്നുണ്ട്, അതെ, നിങ്ങൾ എന്തോ വലിയൊരു കള്ളത്തരം കാണിക്കുന്നുണ്ടെന്ന് എനിക്കിതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. എത്ര കാലമാണ് ഒരാൾക്ക് ഈ കള്ളത്തരങ്ങൾ മൂടി വയ്ക്കാൻ കഴിയാന്ന് അറിയില്ല. ഒരു കള്ളത്തരം മറയ്ക്കാനേ ഒരു 100 കള്ളത്തരങ്ങൾ ചെയ്തു കൂട്ടേണ്ടി വരും. ഇതിൻ്റെയൊക്കെ ഭവിഷ്യത്ത് എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. പിന്നെ ഈ മീരയോട് എനിക്ക് പ്രത്യേക ഒരു വാത്സല്യമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനൊക്കെ കൂട്ടി നിന്നത്.
ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതിയൊന്നും വല്ലാതാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഏയ് ചേട്ടൻ അതുകൊണ്ടൊന്നും പേടിക്കണ്ട, ഇതേ വേണ്ട രീതിയിൽ ഞാൻ കൈകാര്യം ചെയ്തോളാം. പിന്നെ ഒരിക്കലും ചേട്ടന് ഇതുകൊണ്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം. ആ അത് മതി, എന്തായാലും നിങ്ങളൊന്ന് സൂക്ഷിച്ചാൽ കൊള്ളാന്നിങ്ങനെ ബീരാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അയ്യോ ചേട്ടൻ വിചാരിക്കുന്ന പോലെ ആരെയും വഞ്ചിക്കുമൊന്നുമല്ല, ജസ്റ്റ് ഒരു ജീവിത പ്രശ്നം, അതിനു വേണ്ടിയിട്ടാ ചെറിയൊരു നാടകം എന്നിങ്ങനെ ശ്രുതി പറയുന്നുണ്ട്. ഈ സമയം വർഷയാണെങ്കിൽ ഒരു ഫോണിലിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് ശ്രീകാന്ത് കയറി വരുന്നുണ്ട് കേട്ടോ. ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നന്നായി ടയേർഡായിട്ടാണ് വരുന്നത്. എന്താ താൻ ഇത്ര ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അതെ ശ്രീകാന്തെ, ഇത് കണ്ടോ, ഇത് ഭാര്യനെ ഒരു 3 കിലോമീറ്ററാണ് ഭർത്താവ് എടുത്തുകൊണ്ട് പോയെന്നിങ്ങനെ പറഞ്ഞിട്ട് ഫോണിലൊരു വീഡിയോ ഇങ്ങനെ കാണിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, ഓ 3 കിലോമീറ്ററോ? അതെന്താ ഭാര്യയുടെ കയ്യോ കാലോ വല്ലോ മറ്റോ ഒടിഞ്ഞിട്ടാണോ? ഏയ് അതൊന്നും അല്ല ശ്രീകാന്തെ, ഇതേ എടുത്തുകൊണ്ട് നടന്നത് സ്നേഹം കൊണ്ടാ. സ്നേഹം കൊണ്ടോ? ഓ അത് വല്ലാത്തൊരു ഭ്രാന്ത് തന്നെയെന്നിങ്ങനെ ശ്രീകാന്ത് പറയാണ്. അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, അതെ ഈ സ്നേഹം എന്ന് പറയുന്നതേ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാനുള്ളതല്ല, ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴാണ് ഭാര്യമാരുടെ മനസ്സും സന്തോഷിക്കുന്നത്. അയ്യോ ഇനി ഇത് കണ്ടിട്ടേ എന്നോട് എടുത്തോണ്ട് നടക്കാനൊന്നും പറഞ്ഞേക്കില്ലേ, ഞാൻ അല്ലെങ്കിൽ തന്നെ നന്നായിട്ട് ടയേർഡായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് ഇങ്ങനെ ശ്രീകാന്ത് പറയുന്നുണ്ട്. അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, അതെ ശ്രീകാന്തിനെ അറിയോ, ഈ കല്യാണത്തിന് മുമ്പ് മാത്രമല്ല ഈ റൊമാൻസ് ഒക്കെ വേണ്ടത്, വിവാഹത്തിന് ശേഷവും എന്നും അത് നിലനിൽക്കേണ്ട കാര്യമാണ്. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, അയ്യോ ഇനിയിപ്പോൾ നിന്നെ എടുത്ത് പൊക്കിക്കൊണ്ട് നടന്നാലേ ഈ റൊമാൻസ് ഒക്കെ ഉള്ളെന്നാണോ ഈ പറയുന്നത്? അതെ ഒത്തിരി ഒന്നും വേണ്ട, ഒരു 3 കിലോമീറ്റർ ഒന്നും വേണ്ട, ഒരു 3 സ്റ്റെപ്പെങ്കിലും ശ്രീകാന്തിനെ എന്നെ ഒന്ന് ഈ പെരയ്ക്കകത്തൂടെ ഒന്ന് എടുത്തുകൊണ്ട് നടന്നൂടെ? അയ്യോ എന്നെ കൊണ്ട് ഒട്ടും വയ്യടോ, നിന്നെ ഒന്ന് എടുത്തുകൊണ്ട് നടക്കാനെന്ന് പറയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞത്, ശ്രീകാന്തിന് ഒരു സ്നേഹവും ഇല്ല, എന്നോട് ഒരു റൊമാൻസും ഇല്ലെന്ന് ഇപ്പം മനസ്സിലായില്ലേ എന്ന് പറഞ്ഞിട്ട് വർഷം ഇങ്ങനെ പിണങ്ങാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, ഓ ഇനി ഇതിൻ്റെ പേരിലൊരു പിണക്കം വേണ്ട, ഞാനേ നിന്നെ എടുത്തോണ്ട് നടക്കാം. അപ്പോൾ വർഷ പറയുന്നുണ്ട്, ആ ശ്രീകാന്തെ എന്തായാലും 3 കിലോമീറ്റർ ഒന്നുമല്ല, ഈ ഹാൾ കൂടിയോ ഒരു 3 വലം വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് വർഷം ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ശ്രീകാന്ത് ആണെങ്കിൽ ഒരു നിവൃത്തിയില്ലാതെ വർഷനെ ഇങ്ങനെ 2 കയ്യിലിങ്ങനെ കോരി എടുത്തോണ്ട് ഹാൾ കൂടി ഇങ്ങനെ വലം വെച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു വരുന്ന സമയത്താണ് നമ്മുടെ സച്ചിയും രേവതിയും വീട്ടിനുള്ളിലേക്ക് കയറി വരുന്നത്. ഈ സമയം വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ സച്ചിയും രേവതിയും കാണുമ്പോഴത്തേക്കിനും ഇതിങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഈ സമയം സച്ചിയാണെങ്കിൽ ശ്രീകാന്തിനോട് ചോദിക്കുന്നുണ്ട്, എന്താ ശ്രീകാന്ത്, വർഷയ്ക്ക് എന്താ പറ്റിയത്? നീ എന്തിനെങ്ങനെ വർഷയെ എടുത്തോണ്ട് നടക്കുന്നത്? അതൊന്നുമല്ല ഏട്ടാ, ഇതേ ചെറിയൊരു സ്നേഹം പ്രകടിപ്പിക്കലാണെന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, കണ്ടോ സച്ചിയേട്ടാ അവരുടെ സ്നേഹം കണ്ടോ? ഓ ഭാര്യനെ എടുത്തോണ്ട് നടന്നിട്ടുള്ള സ്നേഹമൊന്നും കാണിക്കാനേ എനിക്കറിയത്തില്ല എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അതെന്താ സച്ചിയേട്ടൻ എന്നെ ഒന്ന് എടുത്തോണ്ട് നടന്ന ഇത്ര ബുദ്ധിമുട്ടന്? അതെ രേവതി, അന്നാ ക്ഷേത്രനടയിലെ നിന്നെ എടുത്തോണ്ട് നടന്നതിൻ്റെ ഒരു ക്ഷീണം ഇതുവരെ എനിക്ക് തീർന്നിട്ടില്ല. ഇനിയിപ്പോൾ നിന്നെ എടുത്ത് പൊക്കാനുള്ള ആരോഗ്യമൊന്നും എനിക്കില്ല എന്നിങ്ങനെ സച്ചി പറയാണ് കേട്ടോ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അതെ സച്ചിയേട്ടനെ അതിനുള്ള ആരോഗ്യം ഇല്ലെങ്കിൽ അതങ്ങ് സമ്മതിച്ചേരെ, എന്നെ എടുത്തു പൊക്കാൻ കഴിവില്ലെങ്കിൽ സച്ചിയേട്ടനെ അങ്ങ് പറഞ്ഞേരെ, ഞാൻ കയറി പൊക്കോളാം എന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട്, അയ്യോ രേവതി അങ്ങനെ അങ്ങ് പോയാലെങ്ങനാ, എനിക്ക് അത്രയ്ക്കൊരു കഴിവില്ലായ്മയൊന്നുമില്ല, നിന്നെ എടുത്ത് പൊക്കാനുള്ള ആരോഗ്യമൊക്കെ എനിക്കുണ്ടെന്ന് പറഞ്ഞിട്ട് സച്ചി ആണെങ്കിൽ ഇങ്ങനെ രേവതിനെ എടുത്ത് പൊക്കി കറക്കുകയാണ് കേട്ടോ. അങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രുതിയും കൂടി ഷോപ്പിൽ നിന്ന് തിരിച്ചുള്ളിലേക്ക് കയറി വരുന്നത്. ഇവർ കാണുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും എന്താ ഇവിടെ നടക്കുന്നതെന്ന് ഇങ്ങനെ ശ്രുതി ചോദിക്കുമ്പോൾ നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട്, അതെ ഏട്ടനും കൂടിക്കോ, ഇവിടെ ഭാര്യമാരോടുള്ള സ്നേഹപ്രകടനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏട്ടത്തിയോടുള്ള സ്നേഹം കാണിക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്തു പൊക്കിയിട്ട് ഈ കൂടെ എൻജോയ് ചെയ്തോന്നിങ്ങനെ ശ്രീകാന്ത് പറയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ അങ്ങ് ആകെ തന്നെ മടുത്താണ് വരുന്നത്. മടിയോട് കൂടിയിട്ട് ഇങ്ങനെ ശ്രുതിയെ നോക്കുകയാണ് കേട്ടോ. ശ്രുതിയാണെങ്കിൽ അപ്പോൾ മുഖം ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് ശ്രുതിയെ നോക്കുന്നുണ്ട്. അങ്ങനെ നിവൃത്തിയില്ലാതെ ശ്രുതിയാണെങ്കിൽ ശ്രുതിയെ ഇങ്ങനെ പൊക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ.
അങ്ങനെ പൊക്കാൻ നോക്കിയിട്ട് എവിടെ നിന്ന് ശ്രുതിക്കാണെങ്കിൽ ശ്രുതിയെ ഇങ്ങനെ ഒന്ന് അനക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ ഒരു 2 തവണയും പരാജയപ്പെട്ട് കഴിയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, എന്താ ശ്രുതി ഇത്, അവരെല്ലാം നോക്കി ചിരിക്കുന്നു, എന്നെ ഒന്നെടുത്ത് പൊക്കാൻ പോലുമുള്ള കഴിവ് ശ്രുതിക്കില്ലേ എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അങ്ങനെ ഒരു കഷ്ടപ്പെട്ട് ശ്രുതിയാണെങ്കിൽ ശ്രുതിനെ ഇങ്ങനെ പൊക്കിയെടുത്ത് കറക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം നമ്മുടെ രവീന്ദ്രനും ചന്ദ്രമതിയും കൂടി ക്ഷേത്രത്തിൽ പോയിട്ട് വരികയാണ്. അങ്ങനെ രവീന്ദ്രൻ പറയുന്നുണ്ട്, ദേ നോക്ക് ചന്ദ്രേ, ഇനി എപ്പോഴും ക്ഷേത്രത്തിലേക്ക് പോകാനെന്നും പറഞ്ഞ് എന്നെ വിളിക്കണ്ട, നീ അങ്ങ് പോകണമെങ്കിലേ തന്നെ അങ്ങ് പോയാൽ മതിയെന്ന് ഇങ്ങനെ രവി പറയുന്നുണ്ട്. അപ്പോഴേക്ക് ചന്ദ്രമതി പറയുന്നുണ്ട്, അതെന്താ നിങ്ങൾക്ക് എൻ്റെ കൂടെ ക്ഷേത്രത്തിലൊന്ന് വരുന്നതിന് എന്താ ഇത്ര പ്രശ്നം? അതെ, നിങ്ങളോട് എന്നോട് എടുത്തുകൊണ്ട് ക്ഷേത്രത്തിലൊന്നും പോകാനല്ലല്ലോ പറഞ്ഞത്, എൻ്റെ കൂടെ ക്ഷേത്രത്തിലൊന്ന് വന്നേ തൊഴുതിട്ട് ഒന്നിച്ച് വരാനല്ലേ പറഞ്ഞെന്ന് പറയാണ്. അപ്പോഴേക്കും രവി പറയുന്നുണ്ട്, അതെ, ഈ വെയിലും കൊണ്ട് നടക്കാനൊന്നും എന്നെ കിട്ടില്ല, പിന്നെ ഞാൻ പ്രാർത്ഥിക്കേണ്ടതേ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചോളാം, എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവങ്ങൾ കേൾക്കാനുള്ളത് കേൾക്കുമെന്നിങ്ങനെ രവി പറഞ്ഞുകൊണ്ട് ഉള്ളിലേക്ക് കയറി വരികയാണ് കേട്ടോ. വരുന്ന സമയത്താണ് ഈ 3 കൂട്ടരും ഭാര്യമാരെ എടുത്ത് പൊക്കി അവരെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ കാഴ്ച കാണുന്നത് പെട്ടെന്ന് തന്നെ രവിയാണെങ്കിൽ ഒരു നാണത്തോടു കൂടി ഇങ്ങനെ പുറകോട്ട് ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോഴേക്ക് ചന്ദ്രമതി ഉള്ളിലേക്ക് കയറി വന്നിട്ട് ഇങ്ങനെ ഒച്ചയിൽ പറയുന്നുണ്ട് കേട്ടോ, എന്താ ഇത്, എന്താ ഇവിടെ നടക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്ക് ശ്രീകാന്തും ശ്രുതിയും കൂടി പെട്ടെന്ന് ശ്രുതി ഇങ്ങനെ തറയിൽ നിർത്തുന്നുണ്ട് കേട്ടോ. എന്നാൽ നമ്മുടെ സച്ചിയാണെങ്കിൽ രേവതിയെ താഴെ വെക്കാതെ ഇങ്ങനെ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അയ്യോ എന്തൊക്കെ കാണണം, എന്താ ഇവിടെയെന്ന് ചോദിച്ചിട്ട് ചന്ദ്രമതിയാണെങ്കിൽ സച്ചിനെ ഇങ്ങനെ നോക്കിയിട്ട് ദേഷ്യപ്പെടുകയാണ്. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ട എന്നെ തറയെ നിർത്ത്. ഇല്ല രേവതി, ഞാൻ നിർത്തില്ല എന്ന് പറയണം. സച്ചിയേട്ട പ്ലീസ് സച്ചിയേട്ട, ദേ അച്ഛൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ ഇരുന്ന് പൊളയാണ് കേട്ടോ. അപ്പോഴേക്കും സച്ചി ഇങ്ങനെ രേവതിയെ തറയെ നിർത്തുന്നുണ്ട്. ചന്ദ്രമതിയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തോടു കൂടി രേവതിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, നീ ആയിരിക്കുമല്ലേ ഈ പേക്കൂത്തിൻ്റെയൊക്കെ പിന്നിൽ, നീ ആയിരിക്കും ഇവരെ കൊണ്ടെല്ലാം ഈ കോലം കെട്ടിക്കുന്നത്, അല്ലാതെ ഇവിടെ ആരും ഇങ്ങനെയൊന്നും ഇത്ര തരം താഴ്ന്ന പണി കാണിക്കില്ല എന്നിങ്ങനെ പറയാണ്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അമ്മ ആവശ്യമില്ലാതെ അറിയാത്ത കാര്യം പറഞ്ഞിട്ട് രേവതിയുടെ നേരെ ചാടാൻ നിൽക്കണ്ട എന്ന് പറയാണ് കേട്ടോ. രേവതിയൊന്നുമല്ല ഇത് തുടങ്ങി വെച്ചെന്ന് പറയാണ്. അപ്പോഴേക്കും വർഷ കയറിയിട്ട് പറയുന്നുണ്ട്, ആൻറ്റി ഞാനാണ് ഈ കാര്യം പറഞ്ഞത്. ശ്രീകാന്താണെങ്കിൽ എന്നെ ഇങ്ങനെ എടുത്തുകൊണ്ട് നിന്ന സമയത്താണ് ഇവർ വന്നത്, ഇവരോടും കൂടി ഇങ്ങനെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്, ഞാനാണ് ഇതിന് തുടക്കമിട്ടേന്ന് ഇങ്ങനെ വർഷ പറയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതിക്കാണെങ്കിൽ പെട്ടെന്നൊന്നും പറയാൻ വയ്യല്ലോ, വർഷയാണല്ലോ ഇത് തുടങ്ങി വെച്ചത്. അങ്ങനെ പറഞ്ഞിട്ട് ചന്ദ്രമതി പറയുന്നുണ്ട്, എന്തായാലും എന്താ ഇതൊക്കെ അവൻ്റെ റൂമിൽ വെച്ച് നടത്തിക്കോണം, ഈ ഹാളിൽ വന്ന് കിടന്നല്ലേ എൻജോയ് ചെയ്യുന്നതെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, എന്താ ചന്ദ്ര ഇത്, കുട്ടികൾ അവരവരുടെ ഇഷ്ടത്തിന് സന്തോഷിക്കട്ടെ, അതല്ലേ കുടുംബജീവിതത്തിൽ വേണ്ടതെന്ന് പറയണം. കുടുംബജീവിതത്തിൽ വേണ്ടതൊക്കെ അവനവൻ്റെ റൂമിൽ, അല്ലാതെ ഈ ഹാളിൽ വന്ന് കിടന്നിട്ടല്ല പേക്കൂത്ത് കാണിക്കുന്നതെന്ന് ചന്ദ്ര പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അതെ എല്ലാവർക്കും റൂമുണ്ട്, റൂമിൽ കിടന്നല്ലേ എൻജോയ് ചെയ്യണമെന്ന് പറഞ്ഞത്, ഇതിപ്പോ ഹാളിലല്ലേ ഞങ്ങൾ കിടക്കുന്നത്, അപ്പൊ പിന്നെ ഞങ്ങൾ ഹാളിൽ എൻജോയ് ചെയ്യുന്നതിന് അമ്മയ്ക്ക് എന്താ കുഴപ്പമെന്ന് ഇങ്ങനെ ചോദിക്കാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രീകാന്തും പറയുന്നുണ്ട്, അത് ശരിയാണല്ലോ, സച്ചിയേട്ടന് എന്താണേലും സ്പെഷ്യലായിട്ട് റൂമില്ല, അപ്പൊ പിന്നെ ഇവര് ഹാളിൽ കിടന്ന് എൻജോയ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് നമ്മുടെ ചന്ദ്രമതി പറയുന്നുണ്ട്, അതെ ആര് പറഞ്ഞു റൂമില്ലെന്ന്, ഇവിടെ ഇപ്പോൾ എല്ലാം അനുസരിച്ചിട്ടല്ലേ നടക്കുന്നത്, അപ്പോഴേ ഓരോരുത്തർക്കും ഓരോ ദിവസം റൂം കിട്ടാറുണ്ടല്ലോ എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതിക്ക് ആകെ ദേഷ്യം വരികയാണ് കേട്ടോ. ദേ അമ്മേ, ഇനിയിപ്പോൾ എൻ്റെ റൂം ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല, എന്നെ കൊണ്ട് വയ്യ ഈ തറയിലൊന്നും വന്ന് കിടക്കാനായിട്ട്, പിന്നെ പണ്ടത്തെ പോലെയൊന്നുമല്ല, ഞാനിപ്പോൾ ഒരു ബിസിനസ്മാനെ തറയിലൊന്നും കിടന്നാൽ ശരിയാവില്ല എന്നിങ്ങനെ ശ്രുതി പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ സച്ചിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. നീ എന്താ തറയിൽ കിടന്നാൽ എന്താ നിനക്ക് കുഴപ്പം, എങ്കിൽ പിന്നെ അതൊന്ന് കാണണമല്ലോ എന്ന് പറയാണ്. ഇത് കേട്ടിട്ട് രവി പറയുന്നുണ്ട്, അതെ അമ്മ പറഞ്ഞിട്ട് പോയത് എല്ലാവരും മാറി മാറി ഷിഫ്റ്റ് എടുക്കണമെന്നല്ലേ, അപ്പൊ പിന്നെ അതങ്ങനെ അങ്ങ് ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്. ചന്ദ്രമതിയാണെങ്കിൽ അതെ എന്തായാലും ശ്രുതി ഇനി തറയിൽ കിടക്കണ്ട, അവനെ നന്നായിട്ട് കഷ്ടപ്പെട്ട് ബിസിനസ് ചെയ്തിട്ട് ക്ഷീണിച്ചിട്ടാ ഇങ്ങോട്ടേക്ക് വരുന്നത്, അവന് ശരീരമൊക്കെ വേദന എടുക്കില്ലേ, പിന്നെ ചുമ്മാ വണ്ടിയിലിരുന്നിട്ടേ ഈ സീറ്റ് ചാരി ഇരുന്നിട്ട് സ്റ്റിയറിങ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്ന പണിയൊന്നുമല്ല, നന്നായിട്ട് ബ്രെയിനൊക്കെ യൂസ് ചെയ്തിട്ടാണ് അവൻ ശ്രുതി കഷ്ടപ്പെടുന്നത്, അപ്പോൾ പിന്നെ അവൻ ഇനി തറയിൽ കിടക്കാൻ പറ്റില്ല എന്നിങ്ങനെ ചന്ദ്രമതിയും പറയുന്നുണ്ട്.
ഇത് കേൾക്കുമ്പോഴേക്കും സച്ചിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഓ, ബിസിനസ് മാന് തറയിൽ കിടക്കാൻ പറ്റില്ലല്ലേ? അച്ഛൻ്റെ 55 ലക്ഷം രൂപയെ തിരിച്ചു കൊടുക്ക്. അത് കഴിഞ്ഞിട്ട് ബിസിനസ്മാൻ്റെ കഴിവ് തെളിയിച്ച് ഞാൻ കാണിക്കാമെന്നിങ്ങനെ പറയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രീകാന്തും പറയുന്നുണ്ട്, അല്ലെങ്കിലും സുധിയേട്ടൻ ഇച്ചിരി ഓവർ ആവുന്നുണ്ട്. ബിസിനസ്മാനാണ് പോലും എല്ലാവരുമേ തറയിൽ കിടക്കും, ഒരു ദിവസം റൂമിലും കിടക്കും എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അല്ല നിങ്ങളുടെ ടേൺ വരുമ്പോൾ കാണാമല്ലോ. അല്ലെങ്കിലും വർഷ പറഞ്ഞിരിക്കുന്നത് 8 ദിവസം വരുമ്പോഴേക്കും വീട്ടിൽ പോകുന്നതാണെന്ന് പറയാണ്. അപ്പോഴേക്ക് രേവതി ഇടയിൽ കയറി പറയുന്നുണ്ട്, ആ സമയം വീട്ടിൽ പോയില്ലല്ലോ, പോകുമ്പോഴല്ലേ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, ഓ നിനക്കിപ്പോ എല്ലാവരെയും വീട്ടിൽ പറഞ്ഞു വിടണോ അല്ലേടി? അതിനല്ലേ നീ ഇതിപ്പോ നിനക്ക് റൂമിൽ കിടക്കണമെന്നും പറഞ്ഞിട്ട് വാശി പിടിക്കുന്നതെന്നിങ്ങനെ രേവതിയുടെ നേരെ ചൂടായിക്കൊണ്ട് ചന്ദ്രമതി ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അമ്മേ ഞാൻ അതിന് വേറൊന്നും പറഞ്ഞില്ലല്ലോ, ഇപ്പോ ഞാൻ ഇവര് പറഞ്ഞതിന്റെ ബാക്കിയല്ലേ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് രേവതി നല്ല ദേഷ്യപ്പെടുന്നുണ്ട്. ഇത് കേട്ടിട്ട് ശ്രീകാന്ത് ഇടയിൽ കയറി പറയുന്നുണ്ട്, മതി നിർത്തുന്നുണ്ടോ എന്ന്? എല്ലാവരുമേ ഒരുപോലെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാ ഇങ്ങോട്ടേക്ക് വരുന്നത്. എല്ലാവർക്കും ഈ വീട്ടില് തുല്യ അവകാശം തന്നെയാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അതെ നീ വെറും ഒരു ഷെഫാ, നിന്നെ പോലെയല്ല, ഞാൻ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടാ വരുന്നതെന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്തിന് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. സുധിയേട്ടൻ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഷെഫ് എന്ന് പറഞ്ഞാലേ ഒരു കഷ്ടപ്പാടും ഇല്ലെന്ന് ഓർത്തിട്ടാണോ? എന്തൊരു സ്ട്രെസ്സും സ്ട്രെയിനും ഉള്ള പണിയാണെന്നറിയോ? ഒരു കസ്റ്റമർ വന്നാലേ അവർക്ക് ഉപ്പും പുളിയും മധുരവും ഒക്കെ കൂടിയോ കുറഞ്ഞോ ഒന്നും പോകാതെ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഈ ജോലി ചെയ്യുന്നത്. പിന്നെ ഏതൊരു ജോലിക്കും അതിൻ്റെതായ അന്തസ്സം ഉണ്ടെന്നിങ്ങനെ പറഞ്ഞിട്ട് ശ്രീകാന്ത് സുധിയുടെ നേരെ ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ സുധിയും ശ്രീകാന്തും തമ്മിൽ പൊരിഞ്ഞ അടി നടക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ചന്ദ്രമതി ഇടയിൽ കയറി പറയുന്നുണ്ട്, ഒന്ന് നിർത്തുന്നുണ്ടോ? എപ്പോഴും ഈ റൂമിന്റെ പേരിലാണ് ഇവിടെ ഒരു അടി നടക്കുന്നത്. ഇതിനെല്ലാം കാരണക്കാരി ഇവളാന്ന് പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. എന്ന് നമ്മുടെ സച്ചിയിടയിൽ കയറി പറയുന്നുണ്ട്, അച്ഛാ ഞങ്ങൾക്ക് റൂമൊന്നും വേണ്ട, ഞങ്ങൾ ഹാളിൽ കിടന്നോളാം, എനിക്ക് രേവതിക്കും അതിനൊന്നും ഒരു പ്രശ്നമില്ലെന്ന് പറയാണ്. അപ്പോഴേക്ക് രേവതിയും പറയുന്നുണ്ട്, അതെ അച്ഛാ ഞാനും സച്ചിയേട്ടനും ഇവിടെ തന്നെ തറയിൽ കിടന്നോളാം, ഞങ്ങൾക്ക് കട്ടിൽ വേണമെന്നൊന്നുമില്ല, എവിടെ കിടന്നാലും ഉറങ്ങിയാൽ മതിയല്ലോ എന്ന് പറയാണ്. എന്നിട്ട് സച്ചി പറയുന്നുണ്ട്, അതെ മൂത്ത ആക്കും ഇളയാക്കും അപ്പുറത്തും ഇപ്പുറത്തും റൂമുണ്ട്, പിന്നെ നടുക്കത്തെ ആളായ എനിക്കല്ലേ റൂമില്ലാത്തുള്ളൂ, ഞാൻ ഇവിടെ എവിടെയെങ്കിലും കിടന്നോളാം എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമാകുന്നുണ്ട് കേട്ടോ. അത് പിന്നെ സച്ചി അമ്മ അങ്ങനെയല്ലല്ലോ പറഞ്ഞിട്ട് പോയത്, അതുപോലെ അങ്ങ് ചെയ്താൽ പോരെ. ഇത് കേൾക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അവര് പറഞ്ഞില്ലേ അവര് തറയിൽ കിടന്നോളാന്ന്, അവരെ ഹാളിലോ ടെറസിലോ എവിടെയാന്ന് വെച്ചാൽ പോയി കിടക്കട്ടെ. എന്നാൽ ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ വർഷയ്ക്കും ശ്രീകാന്തിനും ഒരു ചെറിയൊരു സങ്കടമൊക്കെ ആവുകയാണ് കേട്ടോ. എന്നാൽ ശ്രുതിക്കും ഒരാശ്വാസം എന്ന നിലയിലാണ് ഇത് കേൾക്കുമ്പോൾ ഉണ്ടാവുന്നത്. എന്നാൽ രവി പറയുന്നുണ്ട്, അത് അങ്ങനെ അങ്ങ് വിട്ടാൽ ശരിയാവില്ലല്ലോ, ഇതിനൊരു പരിഹാരം ഞാൻ തന്നെ കണ്ടോളാം, മോള് പോയി ഒരു പേപ്പറും പേനയും എടുത്തിട്ട് വാന്നും പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ പറഞ്ഞു വിടുന്നുണ്ട്. ഈ സമയം രേവതി പേനയും പേപ്പറും എടുക്കാനായിട്ട് പോകുന്നുണ്ട്. പേനയും പേപ്പറോ? നിങ്ങൾ എന്തിനാ ഇപ്പോൾ പേനയും പേപ്പറും ചോദിക്കുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ വർഷയും ചന്ദ്രമതിയൊക്കെ വിചാരിക്കുന്നുണ്ടോ, ഓ ടൈം ടേബിൾ അനുസരിച്ച് ഇനി നിങ്ങൾ തന്നെ ദിവസങ്ങൾ തീരുമാനിക്കാനായിരിക്കുമല്ലേ എന്ന് പറയാണ്. ഈ സമയം രേവതി പേനയും പേപ്പറും കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ പേനയും പേപ്പറും കൈ കെട്ടിയപ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ വീട്ടു ചെലവിന് ഓരോരുത്തരെ എത്ര വെച്ച് തരുമെന്ന് മാത്രം ഇങ്ങനെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതി കേൾക്കുന്നുണ്ട്, വീട്ടു ചെലവിനോ? അതെന്താ നീ ആദ്യമായിട്ടാണോ വീട്ടു ചെലവെന്ന് കേൾക്കുന്നത്? ഇത് കേൾക്കുമ്പോൾ സച്ചി ഇടയ്ക്കേറി പറയുന്നുണ്ട്, വീട്ടു ചെലവെന്നൊക്കെയാ അവൻ ആദ്യമായിട്ട് തന്നെയാണ് കേൾക്കുന്നത്, ഇതുവരെ ഇവിടെ എങ്ങനെയാ കഴിഞ്ഞു പോന്നതെന്ന് പോലും അവൻ അറിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ അത് കേൾക്കുമ്പോൾ അവന് അത്ഭുതം തോന്നിയില്ലെങ്കിലേ ആശയമുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഈ സമയം ശ്രുതിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ശ്രുതിയെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ വെള്ളമുണ്ട് ഇങ്ങനെ ഒരു കയ്യിൽ 3ഉം ഒരു കയ്യിൽ 5ഉം ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ എല്ലാവരും ഇത് കാണുന്നുണ്ട്. സച്ചിയാണ് കേട്ടോ ഇത് ശ്രുതിയുടെ കാട്ടായങ്ങളൊക്കെ കാണുന്നുണ്ട്. ശ്രുതിക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോഴേക്കും ശ്രുതി വീണ്ടും ഇങ്ങനെ നോക്കിയിട്ട് 3 വിരലാണ് കാണുന്നത്. അപ്പോഴേക്കും 3000 എന്നിങ്ങനെ ഇടയ്ക്ക് കയറി പറയുകയാണ്. അപ്പോഴേക്കും 3000 എന്നിങ്ങനെ രവി ചോദിക്കുന്ന സമയത്ത് 3000 എന്ന് പറയാണ്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അതെ ശ്രുതി കാണിച്ചതേ പാർലറായിട്ടത്തെ കാണിച്ചതേ ഒരു വിരലിൽ 5ഉം ഒരു കയ്യിൽ 5ഉം മറ്റേ കയ്യിൽ 3ഉമാണ്, അപ്പോൾ 8000 എന്നാ പറഞ്ഞതെന്ന് പറയാണ്. 8000 രൂപയൊക്കെ എന്തിനാന്നിങ്ങനെ ശ്രുതി ചോദിക്കുന്ന സമയത്ത് ശ്രുതി ഇങ്ങനെ വീണ്ടും ഇങ്ങനെ പല്ലിടിച്ച് ദേഷ്യപ്പെട്ട് കടിച്ച് കാണിച്ചിട്ട് 8000 എന്ന് കാണിക്കണം കേട്ടോ. 8000 എന്നിങ്ങനെ ശ്രുതി പറയുന്നുണ്ട്. അങ്ങനെ സച്ചിയോടും രേവതിയോടും ഇനി എത്രയാന്ന് പറയുമ്പോൾ സച്ചിയും രേവതിയും പറയുന്നുണ്ട്, 10000 രൂപ ഞങ്ങൾ തന്നോളാം എന്ന്.
ഈ 10,000 എങ്ങനെ കാണിച്ചതെന്നുള്ളതാണ് അതിലും രസം. എന്ന് വെച്ചാൽ സച്ചിയോട് ചോദിക്കുന്ന സമയത്ത് സച്ചിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ രേവതിയോട് പറയുന്നുണ്ട്, രേവതി ഇനിയിപ്പോൾ നീ ഒന്ന് വിരൽ കാണിച്ചേ, ഞാൻ പറയട്ടെ. ഏയ് അതിനെന്തിനാ സച്ചിയേട്ടാ, ഞാൻ പറയുന്നത് സച്ചിയേട്ടന് ഒരു തീരുമാനം അങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇത് കാണുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അല്ല രേവതി നീക്ക് വിരൽ കാണിച്ചിട്ട് ഞാൻ പറയൂ എന്ന് പറയണം. അങ്ങനെ രേവതിയാണെങ്കിൽ 10 വിരലും എടുത്ത് ഇങ്ങനെ കാണിക്കുകയാണ് കേട്ടോ. ഇത് കാണുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതിക്കും ശ്രുതിയൊക്കെയും ഒക്കെ അങ്ങ് വല്ലാത്തൊരു ഞെട്ടൽ വരികയാണ്. 10,000 രൂപയെന്നുള്ളത് അവിടെ ശ്രുതിയൊക്കെ ചെറുതായും പോയല്ലോ. പിന്നീടായിട്ട് ശ്രീകാന്തും വർഷയും കൂടി പറയുന്നുണ്ട്, ഞങ്ങളും 10,000 രൂപ തന്നോളാന്ന് പറയാണ് കേട്ടോ. ഇതൂടെ കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതിക്ക് ആകെ അങ്ങ് നാണക്കേട് ആകുകയാണ്. കാരണം എന്താ സുധി നീ 8,000 ആക്കിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും പിന്നെ ഇത് തന്നെ 8,000 രൂപ തന്നെ വലിയ കൂടുതലാന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അല്ല നീ വലിയ ബിസിനസ്മാനൊക്കെ അല്ലേ, അപ്പോൾ നീയല്ലേ കൂടുതൽ കൊടുക്കേണ്ടത് പറയാണ് കേട്ടോ. ഇതൊന്നുമില്ല 8,000 രൂപയുള്ളൂ എന്നിങ്ങനെ സുധി പറയുന്നുണ്ട്. ചന്ദ്രമതിക്ക് ആകെ ഒന്ന് ചമ്മലാകുന്നുണ്ട് കേട്ടോ. കാരണം അവർ രണ്ടുപേരും 10,000 വെച്ച് കൊടുത്തല്ലോ. സുധിയാണെങ്കിൽ ആ കൂട്ടത്തിൽ കുറഞ്ഞു നിൽക്കുകയാണ്. എന്നാൽ ഈ സമയം രേവതി പറയുന്നുണ്ട്, അച്ഛാ എൻ്റെ വരുമാനത്തിൻ്റെ ഒരു വിഹിതം കൂടി ഞാൻ തരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് രവീന്ദ്രനാണ് ഇതൊക്കെ ബുക്കിൽ എഴുതി വെക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അയ്യോ മോളോ ഇനിയിപ്പോൾ അതായിട്ട് വേറെ, അത് സാരമില്ല അച്ഛാ, ഞാൻ പൂ കെട്ടുന്നതിൽ നിന്ന് ഒരു 2,000 രൂപ ഞാൻ തന്നോളാന്ന് പറയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതിയും ചാടി പറയുന്നുണ്ട്, എന്നാ ഞാൻ 5,000 രൂപ തന്നോളാന്ന്. ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി നമ്മൾ ഓൾറെഡി 8,000 കൊടുക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ 5,000 രൂപയെന്ന് പറഞ്ഞത്? അതൊന്നും സാരമില്ല, ഞാൻ 5,000. അത് കേൾക്കുമ്പോഴേക്കും വർഷയും പറയുന്നുണ്ട്, അതെ ഞാൻ 10,000 രൂപ തന്നോളാന്ന് വർഷയും പറയാണ് കേട്ടോ. അങ്ങനെ പൈസ കണക്കുകളൊക്കെ എഴുതി വെക്കുമ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, എല്ലാ മാസവും 5-ാം തീയതി ആകുമ്പോഴേക്കും എല്ലാവരും എൻ്റെ കൈ കൊണ്ടുവന്ന് പൈസ തന്നാൽ മതി, ഞാൻ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തോളാന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, അതെ നീ ഇത്രയും നാൾ കൃത്യമായിട്ട് ചെയ്ത കണക്കുകളൊക്കെ ഇപ്പൊ തൽക്കാലം മതിയാക്കിയിട്ടുണ്ട്. ഇനിയേ ഇവിടെ പൈസ ഏൽപ്പിക്കേണ്ടത് എൻ്റെ കയ്യിലാണ്. ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങളെ കണക്കും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം എന്നിങ്ങനെ രവീന്ദ്രൻ പറയുമ്പോഴേക്കും ചന്ദ്രമതിക്ക് പെട്ടെന്ന് അടി കിട്ടിയതുപോലെ ആവുകയാണ് കേട്ടോ. അങ്ങനെ രവീന്ദ്രൻ്റെ മറ്റൊരു തീരുമാനങ്ങൾ കൂടിയുള്ള എപ്പിസോഡുകളൊക്കെയാണ് വരാൻ പോകുന്നത്. പുതിയ അടുത്ത വിശേഷങ്ങളുമായി കാണും വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.